എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത്. എല്ലാവരും ഒരു പ്രാവശ്യം ഈ ഒരു രീതിയിൽ മുട്ട ബിരിയാണി ഒന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെടും. ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു 6 മുട്ട എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഈ നടുഭാഗം മാത്രമായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കണം. ഈ മുട്ടയുടെ അറ്റം മുറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. മുട്ടയെല്ലാം ഇവിടെ വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇവയാണ്. ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ്ക്ക് പകരമായിട്ട് എണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം. അതിലേക്ക് ഈ പൊടികൾ ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. 1 മിനിറ്റിനകം തന്നെ ഈ പൊടിയൊന്ന് മൂത്ത് കിട്ടും. ഇതിലേക്ക് ഈ വരഞ്ഞു വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. ഈ മുട്ടയിലേക്ക് ഈ മസാലയെല്ലാം നല്ലവണ്ണം ഒന്ന് ആക്കി കൊടുക്കാം. ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ആദ്യം ചെയ്തു വെക്കേണ്ട കാര്യമാണിത്. ഈ മസാലയെല്ലാം മുട്ടയിലൊന്നാക്കിയതിന് ശേഷം ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇങ്ങനെ ചെയ്തു വെക്കുകയാണെങ്കിൽ ബാക്കി കാര്യങ്ങളെല്ലാം തയ്യാറാക്കി വരുമ്പോഴേക്കും മുട്ടയിൽ ഈ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു വരും. മുട്ടയിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ ആക്കിയിട്ടുണ്ട്. ഇതിനി ഒരു സൈഡിലേക്ക് മാറ്റാം. ഇവിടെ ഒരു പാനിലേക്ക് ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യ് ചേർക്കുന്നതിൻ്റെ കൂടെ കുറച്ച് ഡാൽഡയും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വളരെ കുറച്ച് നെയ്യ് ഉപയോഗിച്ചിട്ടാണ് ഇതുണ്ടാക്കിയെടുക്കുന്നത്. നെയ്യ്ക്ക് പകരമായിട്ട് വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കേണ്ടവർക്ക് വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ചേർത്ത് 1 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇതിലേക്ക് കുറച്ച് കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് കോരി മാറ്റാം. ഈ നെയ്യിൽ തന്നെ കനം കുറച്ചരിഞ്ഞിരിക്കുന്ന സവോളയും ഇട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇത് ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള സവോളയാണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പും ഒരു 2 നുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മാത്രം നെയ്യ് ചേർത്തതുകൊണ്ട് കുറച്ച് തീ കുറച്ചിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇത് റെഡിയാകുന്ന സമയത്ത് ബാക്കി ചേരുവകൾ തയ്യാറാക്കാം. ഈ സമയം കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഉള്ളി ഇവിടെ വറക്കാൻ വെച്ച സമയത്ത് ഇവിടെ വേറൊരു പാത്രവും കൂടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കറുവാപ്പട്ട, ഏലക്ക, ഗ്രാമ്പൂവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കഴുകി വെള്ളം വാർന്ന് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം. 1.25 കപ്പ് നീളമുള്ള ബസ്മതി റൈസാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ബിരിയാണി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഏത് തരത്തിലുള്ള ബിരിയാണി അരിയും ഉപയോഗിക്കാം. കൈമ അരിയും ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അരി ഇളക്കുന്ന അതേ കപ്പിൽ തന്നെ വെള്ളവും അളന്നെടുക്കണം. അതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് ആ വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെക്കാം. ഈ സമയം ആയപ്പോഴേക്ക് ഉള്ളിയൊക്കെ നന്നായിട്ട് വറന്നു വന്നിട്ടുണ്ട്. ആ ഉള്ളി ഒന്ന് കോരി മാറ്റിയതിന് ശേഷം ഇതിലേക്ക് വഴറ്റാനുള്ള ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇത് നേരത്തെ എടുത്തു വെച്ചിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്തത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് തിളയ്ക്കാൻ വെച്ചിരുന്ന വെള്ളം നന്നായിട്ട് വെട്ടിത്തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് അരിയിലേക്ക് ഒഴിച്ച് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാം. ഉള്ളി ഇവിടെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴറ്റിയെടുത്തെങ്കിൽ മാത്രമേ ബിരിയാണിക്കൊരു നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഉള്ളി ഇവിടെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഇവ ചേർത്ത് കൊടുക്കാം. ഈ ഗരം മസാല ഉണ്ടാക്കിയിരിക്കുന്നത് ഏലക്കായും ഗ്രാമ്പുവും കറുവാപ്പട്ടയും കുറച്ച് കൂടുതൽ പെരിഞ്ജീരകവും കൂടെ ചേർത്തതാണ്. പെരിഞ്ജീരകം കുറച്ചുള്ള ഗരം മസാലയാണെങ്കിൽ കുറച്ച് പെരിഞ്ജീരകം വേറെ ഇതിലേക്ക് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. പൊടി നന്നായിട്ട് മൂത്തതിൻ്റെ മണം വരാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി നല്ലോണം വഴന്ന് ഒന്ന് വെന്തുടഞ്ഞ് കിട്ടണം. അതിന് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഇത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം. ഇതുപോലെ ഒരു 2-3 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുമ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഇതുപോലെ ഉടഞ്ഞു കിട്ടും. തക്കാളി ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് നമുക്ക് ഉടച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് തണ്ടോട് കൂടിയ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്തതിന് ശേഷവും ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് നേരത്തെ മസാലയൊക്കെ പുരട്ടി വെച്ചിരുന്ന മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ മുട്ട ഉപയോഗിച്ച് ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചിക്കൻ ബിരിയാണി, മട്ടൺ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന അതേ ലെവലിൽ തന്നെ നമുക്ക് മുട്ട ഉപയോഗിച്ചിട്ടും ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം.
മുട്ടയുടെ ഈ കൂട്ട് റെഡിയായി കഴിയുമ്പോൾ നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചോറ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ചോറൊന്ന് നിരത്തി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സവോളയും കുറച്ച് മല്ലിയില പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന റൈസും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ റൈസ് ഒന്ന് നിരത്തി കൊടുത്തതിന് ശേഷം ബാക്കി വറുത്ത് വെച്ചിരിക്കുന്ന സവോള, മല്ലിയില, പുതിനയില എല്ലാം ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെയൊന്ന് ബിരിയാണി ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലായിട്ട് വരുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ആക്ടിവേറ്റ് ആക്കാൻ മറക്കണ്ട. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോയ്ക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ.